ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് കിച്ചൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റേഷൻ അരി കൊണ്ടുള്ള ഒരു മസാല റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റൈസാണ്. അപ്പോൾ നമുക്ക് ടൈം ഒട്ടും കളയാതെ മസാല റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം നമ്മൾ റേഷൻ അരി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അരി നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അരി വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിപ്പോൾ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വേവിച്ചപ്പോൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 മുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയും ചിക്കനും ഒന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബീൻസ് യൂസ് ചെയ്യാം. ക്യാരറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പിന്നെ നമുക്ക് ആദ്യമേ മുട്ടയൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കുക. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ മുട്ട ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2-ൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊടിച്ചെടുക്കണം. മുട്ട 4-5 എണ്ണം വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഇനി മുട്ട ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ മുട്ടയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ 1-2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവോളയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സവോളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. സവോള നന്നായിട്ട് അങ്ങനെ വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വാടി വന്നാൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ക്യാരറ്റും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്തും കിട്ടും. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്കുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പൊടികൾ മാത്രം മതിയാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതിയാവും. അതിന് ശേഷം ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടും. നമ്മൾ മറ്റെന്ത് വെജിറ്റബിൾസ് ചേർത്താലും അതൊക്കെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ക്യാബേജ് ആയാലും അതുപോലെ തന്നെ ബീൻസ് ആയാലും ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തവി കൊണ്ടൊന്ന് അടച്ചെടുക്കുമ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവായിട്ട് തോന്നി. ഞാനതുകൊണ്ട് വീണ്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ നമ്മൾ വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ മസാലയും ചിക്കനും അതുപോലെ തന്നെ മുട്ടയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക.
അതിനുശേഷം ഈ മസാലയൊക്കെ ചിക്കനിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇത് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ 2 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരല്പം മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതിയാവും. അതല്ലാതെ ചിക്കനും മുട്ടയൊന്നും ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ റൈസും ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അരി വേവിച്ചെടുത്തപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അരി പാകത്തിനാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്, വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യമേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ പകുതിയോളം നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 4 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു അളവിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ പകുതിയോളം തന്നെ റൈസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലേക്കും ഒരേപോലെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാലയും എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് റൈസ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് റൈസ് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മല്ലിയില ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് റൈസിൻസും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിൻസും കാഷ്യൂനട്ടും ഒന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈസിൻസും കാഷ്യൂനട്ടും നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കുക. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ റൈസൊക്കെ ഓൾറെഡി നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ മസാലയൊക്കെ റൈസിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കറികളൊന്നും വേണ്ട. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുമ്പോൾ 1-2 കറികളില്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായിട്ടുള്ള ഒരു റൈസാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ പിക്കിളും സാലഡും പപ്പടവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ രുചികരമായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്